പള്ളിയിലെ നോമ്പ് തുറ അത് വേറെ തന്നെ ഒരു വൈബാണ്. നമ്മുടെ സ്വന്തം നാട്ടുകാരോടൊപ്പം അത് കുറച്ചുകൂടെ വൈബാവൂലേ? നോമ്പ് തുറ പള്ളിയിൽ വെച്ചിട്ടാണെങ്കിൽ ഫുഡ് കൊടുക്കുന്നത് ജമാഅത്തിന്റെ സ്വന്തം കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഈ പ്രോസസ്സ് നിസ്സാരമായിട്ട് ചെയ്യാൻ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് പൊന്നോമനകളുണ്ട്. പൊന്നോമനക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ സ്വന്തം നിസാമക്കയുടെ സ്വന്തം ടീം മെമ്പേഴ്സും പള്ളിയുടെ കാര്യങ്ങൾ പക്കായിട്ട് നോക്കാൻ ടീം ഒണ്ടീസ് ഇവിടെ ആക്റ്റീവാണ്. ഇന്നലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും വന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോഴത്തേക്ക് അവിടെ നോമ്പ് തുറക്കുള്ള നല്ല കിടിലം ബിരിയാണി സെറ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ നല്ല കിടിലം മട്ടൻ ദം ബിരിയാണിയുടെ ദമ്മ് പൊട്ടി. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ നോമ്പ് തുറക്കുള്ള എല്ലാ കാര്യങ്ങളും അവർ പക്കയായി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ബാങ്കുകൾ കഴിഞ്ഞ് നേരെ നോമ്പൊന്ന് മുറിക്കും. ആ ഗ്യാപ്പിലൂടെ നമ്മളെ എംബറേഴ്സിന്റെ ടീം ഇവിടെ ഫുഡ് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ നോമ്പ് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വരുന്നവർക്ക് റാഹത്തായിട്ടും കഴിക്കാം. ഇതിന് ഒരു കുറവും വരുത്താൻ നല്ല പക്കയായിട്ടാണ് ഇവരോട് സെർവ് ചെയ്യുന്നത്. പിന്നെ ഈ ഫുഡൊക്കെ വിളമ്പി കഴിഞ്ഞാൽ അത് ഫുള്ള് റീസെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് അവർ ഇവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ടീമിന്റെ എഫേർട്ട് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂല. കുറച്ച് കിടിലൻ ടീമുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യും. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശരി എന്നാ, മാസ് സലാമ.